പഠിപ്പിക്കലും പരിശീലിപ്പിക്കലും രണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വഭാവം. സ്വഭാവം പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാൻ കഴിയൂല എന്നുള്ളതാണ്. പരീക്ഷ എഴുതിയാൽ പാസ്സാവും, അതുകൊണ്ട് സ്വഭാവം മാറൂല. സ്വഭാവം മാറുക എന്ന് പറയുന്നത് പിന്തുടർച്ചയാണ്. ഒരു മനുഷ്യൻ വാപ്പാന്റെ സ്വഭാവം സ്വീകരിക്കും, ഉമ്മാന്റെ സ്വീകരിക്കും, ഗുരുവിൻ്റെത് സ്വീകരിക്കും, അങ്ങനെ നാട്ടുകാരുടേത് സ്വീകരിക്കും. ചില പ്രദേശത്തുകാർക്ക് ആ പ്രദേശത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടാവും. ഞങ്ങളവിടെ പറയലുണ്ട്, കോഴിക്കോട്ടേർക്ക് കോഴിക്കോട്ടേരെ സ്വഭാവവും കൊച്ചിക്കാർക്ക് കൊച്ചിക്കാരെ സ്വഭാവവും ഉണ്ടാവുന്നതാണ്. കോഴിക്കോട് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ബസ് ഇറങ്ങിയിട്ട് പുതിയ സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ചാല് വളരെ എളുപ്പമുള്ള വഴി കൂടെ കൊണ്ടുപോയി പുതിയ സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് അതിന്റെ പൈസ മേടിച്ചാണ്ട് ഓട്ടോറിക്ഷക്കാരൻ പോകും. കൊച്ചിയിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചാല് സ്റ്റാൻഡിലേക്കാണ് വിളിച്ചാല് ഇങ്ങനെ വളഞ്ഞിരിഞ്ഞ് മൂക്കുടിക്കുക എന്നറിയാം. എന്നിട്ട് അതിന്റെ കാര്യം മേടിച്ചിങ്ങാണ്ട് പോകുന്ന തമാശയാണത്. കാര്യം ഉണ്ടോ എനിക്കറിയില്ല. എന്നാൽ കുറഞ്ഞ കാര്യമായിട്ടില്ല. ഒരു പ്രദേശത്തുകാർക്ക് ആ പ്രദേശത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടാവുന്നതാണ്. കൊളത്തൂക്കാർക്ക് കൊളത്തൂക്കാരൊരു സ്വഭാവം ഉണ്ടാവും, ആലപ്പുഴക്കാർക്ക് ആലപ്പുഴക്കാരൊരു സ്വഭാവം ഉണ്ടാവും, കോട്ടയത്തേർക്ക് കോട്ടയത്തേരൊരു സ്വഭാവം ഉണ്ടാവും, വയനാട്ടേർക്ക് വയനാട്ടേരൊരു സ്വഭാവം ഉണ്ടാവും. അങ്ങനെ ഇതെങ്ങനെ രൂപപ്പെട്ടു വരുന്നതാണ്? അത് തൻ്റെ അയൽപക്കം, ചുറ്റുപാട്, ഇതിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വരുന്നതാണ്. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവക്കാർ മദീനക്കാരാണ്. എന്തേ കാരണം? അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന, ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാകുന്നു. അപ്പൊ ആ മണ്ണിലുണ്ടായാൽ അതിന്റെ മുത്തുനബിയുടെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ സ്വഭാവമാണ്. എന്ന് എവിടെ ഉണ്ട്? മിന്നാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിന്നാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന് വേണ്ടി മണ്ണിന്റെ എസൻസ്, അബ്സ്ട്രാക്റ്റ് എവിടെ നിന്നാണോ എടുത്തിട്ടുള്ളത് ആ മണ്ണിന്റെ സ്വഭാവം അയാൾ പ്രകടിപ്പിക്കും. അത് എപ്പോഴേ മനസ്സിലാവുള്ളൂ, എവിടെയാണ് അടക്കം ചെയ്തത് എന്ന് നോക്കിയിട്ടേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അമ്പിയാക്കൾ എവിടെ വെച്ചാണോ മരിച്ചത് അവിടെ തന്നെ മറവ് ചെയ്യണം എന്ന് പറയാനുണ്ടായ കാരണം. നബിമാര്, അമ്പിയാക്കൾ മരണപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് അവരടക്കം ചെയ്യുക. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണ് വഫാത്താകുന്നത്. അവിടെ തന്നെയാണ് ഖബറുള്ളത്. അമ്പിയാക്കൾക്കൊക്കെ അങ്ങനെയാണ്. പിന്നെ സ്വാഭാവികമായി വന്ന ചില ചലനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മരണത്തിന് ശേഷം ഖബർ മാറ്റുണ്ടായി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മറവ് ചെയ്തിരുന്നത് നൈൽ നദിയുടെ സെന്ററിൽ പെട്ടിയിലാക്കിയിട്ടാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വിശാലമായ ഒരു താരീഖ് ഉണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നു. ഈജിപ്തിലെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഈജിപ്ത് നൈൽ നദിയുടെ ഒരു കരയിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം യൂസുഫ് നബി അലൈഹി ഇസ്ലാം താമസിക്കുന്ന കരയുടെ മറുകരയിലുള്ള ആളുകൾ വന്നിട്ട് യൂസുഫ് നബിനോട് പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങൾ കുറച്ചു കാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് താമസിക്കണം എന്ന് പറഞ്ഞു. യൂസുഫ് നബി ചോദിച്ചു, അതിപ്പോ എന്തിനാ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണത്? അപ്പോൾ ഓല് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് കൃഷിയും കച്ചവടങ്ങളൊക്കെ ഉഷാറായിട്ട് എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടായി മുതലാളിമാരായിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ നാട്ടിലൊന്ന് കുറച്ചു കാലം വന്ന് പാർത്താല് അവിടെ എല്ലാവർക്കും പൈസ ഉണ്ടാവുന്ന ഞങ്ങളെ അഭിപ്രായം, അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നെ കൊണ്ടൊരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വന്നോളാം പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വന്ന് പാർത്തിട്ട് പൈസ ഉണ്ടാകുകയാണെങ്കിൽ ഞാനായിട്ട് ഇപ്പൊ മുടക്കണ്ടല്ലോ, എന്തായാലും വരാറുണ്ട്. അങ്ങനെ മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാം നൈലിന്റെ മറുകരയിൽ പോയി താമസമാക്കി. ഓല് വിചാരിച്ച മാതിരിയാണ്. കൃഷി ഉണ്ടായി, ജലസേചനം നടന്നു, എല്ലാവരുടെയും കച്ചവടം ഉഷാറായി, പെരപ്പണിയൊക്കെ തീർന്നു, കടൊക്കെ വീണി, പൈസ ബാക്കിയായി, മുതലാളിമാരായി. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. മടങ്ങിപ്പോരുന്നതിന്റെ മുമ്പ് മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വഫാത്തായി. വഫാത്തായപ്പോൾ ഒരു തർക്കം. അക്കരമത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, ഞങ്ങളെ നാട്ടുകാരനാണ്, അവിടെ മറവിയണം എന്ന് പറഞ്ഞു. ഇക്കരമക്കാർ പറഞ്ഞു, അമ്പിയാക്കൾ എവിടെ മരിച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യാണ് വേണ്ടത്, ഇവിടെ തന്നെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു. അക്കരമെന്ന് വന്നവര് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകും. ഇക്കരമക്കാർ പറഞ്ഞു, അയക്കൂല.
അക്കരമക്കാര് പറഞ്ഞു കൊണ്ടോയേ തീരൂ. ഇക്കരമക്കാര് പറഞ്ഞു എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ ഹത്താ യഖ്തതിലു, രണ്ടു കൂട്ടരും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസക്ക് വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി, മയ്യത്തിന് വേണ്ടിയിട്ട്. അവസാനം രണ്ടു കൂട്ടരും കൂടി ആ നാട്ടിലെ ഹാക്കിമുകൾ, വിധികർത്താക്കൾ, ജഡ്ജിമാരുടെ യോഗത്തിൽ ഒരു തീരുമാനത്തിലെത്തി. രണ്ടു കൂട്ടർക്കും കൊടുക്കണ്ട, നൈൽ നദിക്ക് കുറുകെ മണലും ചാക്ക് വെച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ട് നൈൽ നദിയുടെ സെന്റർ അടയാളപ്പെടുത്തിയിട്ട് പെട്ടിയിലാക്കി മറവ് ചെയ്ത് വെള്ളം രണ്ടു ഭാഗത്തേക്കും തിരിച്ചുവിടാം എന്ന് തീരുമാനിച്ചിട്ട് മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നൈൽ നദിയുടെ നടുവിലാണ് മറവ് ചെയ്യുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽ ചിലർക്ക് സ്വപ്നം മുഖേനയായുള്ള വഹി ലഭിക്കുകയും മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ അവിടെ നിന്നെടുത്ത് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ ഇബ്രോൺ എന്ന് പറയുന്ന, ഹറം ഇബ്രാഹിം എന്ന് പറയുന്ന സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുള്ള പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയും ചെയ്ത്, അങ്ങനെ ഇന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ ഫലസ്തീനിലെ ഇബ്രോണിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ അപൂർവമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാല് എല്ലാ നബിമാരും എവിടെയാണോ വഫാത്തായിട്ടുള്ളത് അവിടെ തന്നെയാണ് മറവ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട്? മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും. അപ്പോൾ മുത്തുനബിയുടെ മണ്ണ് മദീനയുടെ മണ്ണാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അടിസ്ഥാനപരമായി മദീനയുടെ സ്വഭാവമാണ്. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവക്കാർ മദീനക്കാരാകുന്നു. എല്ലാ വിഷയത്തിന്റെയും പ്രാധാന്യങ്ങൾ തീരുമാനിക്കുന്നതിന് ചില അടിസ്ഥാനമുണ്ട്. എല്ലാ ഫളായില് പരിശോധിച്ച് നോക്കിയാലും ഫളായിലിന്റെ പിന്നിൽ ഒരു ഫളീലത്തുള്ള മനുഷ്യനാണ് ഉണ്ടായിരിക്കുക. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ? അന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച ദിവസമാണ്, ഒരു മനുഷ്യനാണ് അതിന്റെ പിന്നില്. തിങ്കളാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുത്തുനബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീഹി ഉലിത്തു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, ഒരു മനുഷ്യനാണ് അതിന്റെ പിന്നിലുള്ളത്. എല്ലാ ഫളായിലുകളുടെയും പിന്നിൽ ഒരു മനുഷ്യന്റെ താരീഖാണ് ഉണ്ടായിരിക്കുക. ഒരു സ്ഥാപനം നമ്മൾ എടുത്താല് ആ സ്ഥാപനത്തിന്റെ ഫളീലത്തിന്റെ പിന്നിൽ ഒരു മനുഷ്യനാണ്, ഒരു നമ്മൾ സമസ്തയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ കണ്ണു ഞെമ്പിയിട്ട് പറയാൻ പറ്റും. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രത്യേകത എന്താണോ അതന്നെയാണ് സമസ്തയുടെ പ്രത്യേകത. എല്ലാ ഫളായിലിന്റെയും പിന്നിൽ ഒരു മനുഷ്യന്റെ താരീഖാണ് ഉണ്ടായിരിക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം ദീനിന്റെ ഫളായിൽ പറയുമ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട ചില താരീഖുകളുണ്ട്. ഒന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താരീഖാണ്. രണ്ടാമത്തേത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ താരീഖാണ്.